സ്റ്റോറി ശിവ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. പുനർവിവാഹം. തറയിൽ കിടന്നിരുന്ന വസ്ത്രങ്ങളും പെറുക്കിയെടുത്തുകൊണ്ട് കല്യാണി പതിയെ ബാത്റൂമിലേക്ക് കയറി. അവളുടെ കാലുകൾ വേച്ചു പോകുന്നുണ്ടായിരുന്നു. ഒപ്പം തലയ്ക്ക് ആകെ ഒരു മന്ദതയും അവൾക്ക് തോന്നി. ഷവർ തുറന്ന് അതിൻ്റെ ചുവട്ടിൽ നിന്നു. ഷവറിൽ നിന്നും തണുത്ത വെള്ളം അവളുടെ ദേഹത്തേക്ക് വീണു ചേറി. എന്നിട്ടും ശരീരം ആകെ ചുട്ടു പൊള്ളും പോലെ കല്യാണിക്ക് തോന്നി. നടന്നതൊക്കെ ഓർക്കുന്തോറും അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി. അഭിഷേക് കല്യാണി കിടന്നിരുന്ന മുറിയിലേക്കെത്തി. കട്ടിലിൽ കല്യാണിയെ കാണാത്തത് കൊണ്ട് അവൻ ഒരു നിമിഷം തെല്ലൊന്ന് പരിഭ്രമിച്ചു. അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത്. ഓ, ബാത്റൂമിലുണ്ടായിരുന്നു. ഞാൻ വെറുതെ ടെൻഷനായിപ്പോയി. ആത്മകഥം പോൽ പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിരുന്നു. അല്പം കഴിഞ്ഞതും നനഞ്ഞു കുളിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് കല്യാണി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. അവളുടെ മുടിയിൽ നിന്നും വസ്ത്രങ്ങളിൽ നിന്നും വെള്ളം നിലത്തേക്ക് വീണുകൊണ്ടിരുന്നു. അഭിഷേക് അവളെ അടിമുടിയൊന്ന് നോക്കിയ ശേഷം പുഞ്ചിരിച്ചു. അഭിഷേകിനെ കണ്ടതും കല്യാണിയുടെ നിയന്ത്രണം വിട്ടു. അവൻ്റെ നേരെ അവൾ ചീറിയെടുത്തു. നീ എന്നെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കല്യാണി അഭിഷേകിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുലച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതികരണം കല്യാണിയിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു അഭിഷേകിൻ്റെ പ്രതികരണം. അവനൊരു ചിരിയോടെ അവളുടെ കൈകൾ തട്ടി മാറ്റി എഴുന്നേറ്റു. എൻ്റെ മോളെ, നീ ഇങ്ങനെ കിടന്ന് തുള്ളാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവല്ലേ ഞാൻ. നീയായിട്ടൊന്നിനും സമ്മതിക്കില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് കുറച്ച് വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്നു. അത്രയല്ലേ ഉള്ളൂ. അഭിഷേക് അതും പറഞ്ഞ് അവളുടെ ഇരു തോളത്തും കൈകൾ വച്ചതും കല്യാണി അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളി. പിന്നെ കൈ വീശി അവൻ്റെ കരണം പുകയുന്ന ഒരു അടി കൊടുത്തു. അതോടെ അഭിഷേകിൻ്റെ നിയന്ത്രണം വിട്ടു. കല്യാണിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുലച്ചുകൊണ്ട് അവളുടെ കരണത്ത് ദേഷ്യത്തോടെ അവനും അടിച്ചു. എന്നെ തല്ലാൻ മാത്രം ആയോടിച്ചൂലേ നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചു വച്ചേക്കുന്നത്? ഞാൻ വരെ ഉണ്ണാക്കനാണെന്ന്. എങ്കിൽ കേട്ടോ, നിന്നെ ഇതുപോലൊന്ന് ഒത്തുകിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാടി നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. അല്ലാതെ നിന്നെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാൻ വേണ്ടിയൊന്നുമല്ല. അഭിഷേക് ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും കല്യാണിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അപ്പോൾ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? കല്യാണി ചീറിക്കൊണ്ട് ചോദിച്ചു. അതേടി, അല്ലാതെ നിന്നെപ്പോലൊരു ഗതിയില്ലാത്തവളെ കെട്ടി കൂടെ പൊറപ്പിക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അഭിഷേക് അതും പറഞ്ഞ് കല്യാണിയുടെ മുടിക്കുത്തിലെ പിടിവിട്ട് പിന്നിലേക്ക് തള്ളി. വീഴാൻ പോയതും വീഴാതെ കല്യാണി ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു നിന്നു. ഡി പെണ്ണേ, നിനക്കറിയോ, നിന്നെ ഞാൻ അന്ന് അമ്പലത്തിൽ വച്ച് കണ്ടപ്പോൾ തന്നെ നോട്ട് വിട്ടതാ. നിന്നെക്കുറിച്ച് ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് നിന്നെ പിന്നാലെ നടന്നാലൊന്നും വളയുന്ന ടൈപ്പല്ല നീന്ന്. അതുകൊണ്ട് തന്നെയാടി കല്യാണാലോചനയും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നത്. അതിലെ നിൻ്റെ തന്തപ്പടി വീഴുകയും ചെയ്തു. പിന്നെ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യക്കുഞ്ഞു പോലും ചെല്ലാത്ത ആ അമ്പലത്തിൽ വെച്ച് പേരിനൊരു താലിയെട്ടും നടത്തി. അതും ആ പൂജാരിക്ക് വാരിക്കോരി കാശ് കൊടുത്തിട്ട്. അത് പറഞ്ഞ് അഭിഷേക് പൊട്ടിച്ചിരിച്ചു. ഒരു ഞെട്ടലോടെയാണ് കല്യാണി എല്ലാം കേട്ടു നിന്നത്. അപ്പോൾ എല്ലാം ഒരു ചതിയായിരുന്നല്ലേ? അതും പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ കല്യാണി നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. മാനസികമായി ആ നിമിഷം അവൾ അത്രമേൽ തകർന്നു പോയിരുന്നു. ഓ, നീ ഇങ്ങനെ കിടന്ന് മൂങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാനും നീയും പ്രവീണും അല്ലാതെ മറ്റാരും അറിയാൻ പോണില്ല. പിന്നെ ഈ രാത്രി നീയൊന്ന് സഹകരിച്ച അതിൻ്റെ ഗുണം നിനക്കും കുടുംബത്തിനും ഉണ്ടാവും. കാശ് മാത്രമല്ല, നിനക്കെൻ്റെ ഓഫീസിൽ തന്നെ നല്ലൊരു ജോലി ഞാൻ തരാം. എന്തു പറയുന്നു? അഭിഷേകിൻ്റെ ചോദ്യം കേട്ടതും കല്യാണി പകയോടെ അവനെ തറപ്പിച്ചു നോക്കി. അവനെ ചുട്ടരിക്കാൻ പാകത്തിൽ അവളുടെ മിഴികളിൽ അഗ്നി എരിഞ്ഞു. നോക്കി പേടിപ്പിക്കാൻ നിൽക്കാതെ പറമോളെ. എന്തായാലും നാളെ നേരം വെളുക്കാതെ നീ ഇവിടുന്ന് പുറം ലോകം കാണാൻ പോണില്ല. നീ കിടന്ന് കാറി കൂവിയാൽ പോലും ഒരുത്തരും രക്ഷിക്കാനും വരാൻ പോണില്ല. അപ്പോൾ പിന്നെ വെറുതെ ഒരു ബലപ്രയോഗം വേണോ? സമ്മതിക്കണേ, നീ പറയണ കാശ് ഞാൻ തരും. അഭിഷേക് പറഞ്ഞു നിർത്തിയതും കല്യാണി ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവൻ്റെ നേർക്ക് ചെന്നു. നിർത്തച്ചേട്ടേ,
നീ എന്താ വിചാരിച്ചത്? നിന്റെ കാശ് കണ്ട് ഞാൻ പിന്നാലെ വരുമെന്നോ? എങ്കിൽ നിനക്ക് തെറ്റി. എന്നോട് ഈ ചെയ്ത ചതിക്ക് നീ കണക്ക് പറയേണ്ടി വരും. നോക്കിക്കോ. ഓ, ഒരു ഭീഷണി. അഭിഷേക് ചിരിയോടെ തുടർന്നു. ഡേ, നിന്നെപ്പോലൊരു പീറപ്പെണ്ണ് എന്നെ എന്തു അലത്താനാ? പിന്നെ കേസ് കൊടുക്കാനാണ് ഭാവമെങ്കിൽ നാറാൻ പോകുന്നത് നീയും നിന്റെ തന്തപ്പടിയും ആയിരിക്കും. അതിനുള്ള വകുപ്പൊക്കെ എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിന്റെ ഈ ശരീരം ഇപ്പം ഞാൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി അത് നാട്ടുകാരെ കൂടി കാണിക്കണോ? വെറുതെ വയസ്സാം കാലത്ത് കട്ടിലിൽ കിടക്കുന്ന നിന്റെ തന്തക്ക് അറ്റാക്ക് ഉണ്ടാക്കി വെക്കണ്ട. അതുവരെ വീറോടെ നിന്ന കല്യാണി അത് കേട്ടതും ഒന്ന് തളർന്നു. ഒരു നിമിഷം അച്ഛൻ്റെ മുഖം അവളുടെ മനസ്സിൽ മിന്നി മാഞ്ഞു. അവളുടെ നെഞ്ചു പടഞ്ഞു. എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് കൊള്ളാം. അല്ലാതെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കിയാ മോളെ നീ വിവരം അറിയും. പിന്നെ പ്രവീണിപ്പോൾ വരും. അവനും നിന്നെ ഒരു നോട്ടമുണ്ട്. പാവം, ഒരുപാട് ആഗ്രഹിച്ചല്ലേ. അവൻ്റെ ആഗ്രഹം കൂടി നമുക്കങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. അതൊക്കെ കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി വീട്ടിൽ വിടും. എന്തു പറയുന്നു? അതുകൂടി കേട്ടതോടെ കല്യാണിക്ക് പിന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ മിഴികൾ വാതിക്കലേക്ക് നീണ്ടു. അപ്പോഴാണ് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ വാതിലും കടന്ന് സിറ്റ് ഔട്ടിലേക്ക് എത്തിയതും മുന്നിൽ ചിരിയോടെ പ്രവീൺ നിൽക്കുന്നു. മുന്നിൽ നിൽക്കുന്ന പ്രവീണിനെ കണ്ടതും കല്യാണി ഒന്ന് ഞെട്ടി. അവൾക്ക് പിന്നാലെ ഓടിയെത്തിയ അഭിഷേകും പ്രവീണിനെ കണ്ട് അവിടെ തന്നെ നിന്നു. ഇരുവരും ചിരിയോടെ കല്യാണിയെ നോക്കി. ആഹാ, എൻ്റെ മോള് ഓടി രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു? പ്രവീൺ ഒരു ചിരിയോടെ ചോദിച്ചു. കല്യാണി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു. എൻ്റെ മോളെ, ഇവിടെ എങ്ങും അടുത്തൊരു വീട് പോലും ഇല്ല. മെയിൻ റോഡിലേക്കാണെങ്കിൽ ദൂരം കുറേ ഉണ്ട് താനും. പിന്നെ നീ എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനാ? പ്രവീൺ ചിരിയോടെ പറഞ്ഞു. കല്യാണി ചുറ്റും നോക്കി. പ്രവീൺ പറഞ്ഞത് ശരിയാണ്. ചുറ്റും ഇരുട്ടല്ലാതെ അടുത്തെങ്ങും ഒരു തരി വെട്ടം പോലും കാണാനില്ല. താൻ ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? എങ്ങോട്ട് ഓടും? ഓടിയാൽ തന്നെ വഴിയറിയാതെ ഈ രാത്രി യുവന്മാരുടെ കണ്ണ് വെട്ടിച്ച് അധികം ദൂരമൊന്നും പോകാനും പറ്റില്ല. നെഞ്ചിരിപ്പോടെ കല്യാണി പിന്നെയും മുറ്റത്തേക്ക് നോക്കി. പ്രവീൺ വന്നിറങ്ങിയ ഓട്ടോയിൽ അവളുടെ മിഴികൾ പതിഞ്ഞു. അത് പതിയെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോവാനൊരുങ്ങാണ്. ഇനി ആ ഓട്ടോ മാത്രമാണ് തൻ്റെ മുന്നിലുള്ള ഏക രക്ഷാമാർഗമെന്ന് കല്യാണിയുടെ മനസ്സ് പറഞ്ഞു. പിന്നെ ഒട്ടും അമാന്തിക്കാതെ അവൾ മുന്നിൽ നിൽക്കുന്ന പ്രവീണിനെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റെപ്പുകൾ ചാടിയിറങ്ങി മുറ്റത്തുകൂടി ഓടി ഓട്ടോയ്ക്ക് പിന്നാലെ പാഞ്ഞു. ഒപ്പം രക്ഷിക്കണേ എന്നവൾ ഉച്ചത്തിൽ അലറി വിളിക്കുകയോടി ചെയ്തു. അവളുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങിക്കേട്ടു. അപകടം മണത്തതും അഭിഷേകും പ്രവീണും അവൾക്ക് പിന്നാലെ പാഞ്ഞു. ഗേറ്റിൽ നിന്ന് അല്പം മുന്നോട്ട് നീങ്ങിയ ഓട്ടോ പെട്ടെന്ന് നിർത്തി. അതിലെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നത് കല്യാണി കണ്ടു. ഇരുട്ടിൽ മുഖം വ്യക്തമായില്ലെങ്കിലും അയാളുടെ അടുത്തേക്ക് അവൾ ഓടി. അടുത്തെത്തിയതും കാല് കല്ലിൽ തട്ടി അയാളുടെ നെഞ്ചിലേക്ക് അവൾ അലച്ചു വീണു. അപ്പോഴേക്കും അവൾക്ക് പിന്നാലെ അഭിഷേകും പ്രവീണും ഗേറ്റിൻ്റെ അടുത്തെത്തിയിരുന്നു. കല്യാണി കിതപ്പോടെ ആ ഓട്ടോക്കാരനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്നെ രക്ഷിക്കണം. കല്യാണിയുടെ യാചന നിറഞ്ഞ സ്വരം ഉയർന്നു. കല്യാണി. ആ ഒരു വിളിയിൽ താൻ ചേർന്ന് നിൽക്കുന്ന ആളുടെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. കാശിയേട്ടൻ. കല്യാണി മുഖം ഉയർത്തി അവനെ നോക്കി. മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ കാശിനാഥന്റെ രൂപം നിറഞ്ഞു. കാശിയേട്ട, അവരെന്നെ. കിതപ്പിനിടയിൽ അത്രമാത്രം പറയാനേ അവൾക്കായുള്ളൂ. കാശിനാഥന്റെ കൈ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഏതോനാടത്? അഭിഷേക് പ്രവീണിനോടായി ചോദിച്ചു. അറിയില്ലടാ, ടൗണിൽ വെച്ച് കിട്ടിയ ഓട്ടോയാ. പ്രവീൺ മറുപടി പറഞ്ഞു. ആരായാലും നീ ചെന്ന് അവളെ ഇങ്ങോട്ട് തൂക്കിയെടുത്തോണ്ട് പോരും. അവനോട് വെറുതെ ഉടക്കാൻ നിൽക്കണ്ടെന്നും വേഗം സ്ഥലം വിട്ടോളാനും പറഞ്ഞേക്ക്. അഭിഷേക് പറഞ്ഞതും ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് പ്രവീൺ കല്യാണിക്ക് അരികിലേക്ക് ചെന്നു. കല്യാണി, വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. പ്രവീൺ പറഞ്ഞതും കല്യാണി ഭയത്തോടെ കാശിനാഥനെ ഒന്നുകൂടെ മുറുക്ക പിടിച്ചു. അത് കണ്ടതും പ്രവീൺ കല്യാണിയുടെ കയ്യിൽ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. കാശിനാഥൻ പെട്ടെന്ന് പ്രവീണിൻ്റെ കൈ പിടിച്ച് ഞെരിച്ചു. പ്രവീൺ വേദനയോടെ കല്യാണിയുടെ കയ്യിലെ പിടിവിട്ട് കൈയൊന്ന് കുടഞ്ഞു. അതെ ചേട്ടാ, ചേട്ടന് ഓട്ടോ കാശ് കിട്ടിയതല്ലേ, അവളെ വിട്ടിട്ട് അതും കൊണ്ട് വേഗം പോകാൻ നോക്ക്.
വെറുതെ ഹീറോയിസം കാണിക്കാൻ നിന്ന് തടി കേടാക്കണ്ട, പ്രവീൺ ഗൗരവത്തിൽ പറഞ്ഞു. പിന്നെ വീണ്ടും കല്യാണിയുടെ കയ്യിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൻ അവളെ വലിച്ചു മാറ്റാൻ ശ്രമിച്ചതും മിന്നൽ വേഗത്തിൽ കാരണം പുകയുന്ന ഒരു അടി അവന് കിട്ടി. അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ പ്രവീൺ ഒരു സൈഡിലേക്ക് വേച്ചുപോയി. അത് കണ്ടതും അഭിഷേക് തല്ലാനായി കാശിനാഥൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. കാലുയർത്തി അവൻ്റെ അടിവയർ നോക്കിയൊരു ചവിട്ട് കൊടുത്തു കാശിനാഥൻ. അതിൽ അടിപതറി അഭിഷേക് പിന്നോക്കം മറിഞ്ഞു വീണുപോയി. കല്യാണിയെ പതിയെ തൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി കാശിനാഥൻ മുണ്ട് മാടിക്കുത്തി. പിന്നെ കയ്യിൽ കിടന്നിരുന്ന ഇടിവള മുകളിലേക്ക് കയറ്റി. കൈഞ്ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഒരടിപിടിക്ക് കാശിനാഥൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. പ്രവീൺ വേഗം കാശിയുടെ നേർക്ക് ചെന്നു. പിന്നെ കൈവീശി കാശിയെ അടിക്കാൻ ഒങ്ങിയതും അത് തടഞ്ഞുകൊണ്ട് കാശിനാഥൻ അവൻ്റെ മൂക്കിൽ വലം കൈ ചുരുട്ടി ഒരടി കൊടുത്തു. മൂക്കിൻ്റെ പാലം തകരുന്ന പോലെ ഒരടി. പ്രവീൺ മൂക്കും പൊത്തിപ്പിടിച്ച് പിന്നോട്ട് മാറി. മൂക്കിൽ നിന്ന് ചോര പൊടിയുന്നത് അവൻ അറിഞ്ഞു. അടുത്ത ഊഴ അഭിഷേകിൻ്റെ ആയിരുന്നു. ആദ്യം കൈ വീശി അടിക്കാൻ അവൻ നോക്കി. കാശിനാഥൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും അടുത്ത നിമിഷം തന്നെ കാശിനാഥൻ്റെ നേർക്കൊരു ചവിട്ടുകൂടെ അഭിഷേക് കൊടുത്തു. ആ ചവിട്ടേറ്റ് കാശിനാഥൻ പിന്നോട്ടൊന്ന് വേച്ചുപോയി. അത് കണ്ടതും അഭിഷേക് പ്രവീണിനെ നോക്കി. പ്രവീണേ വാടാ, ഈ നാറി എവിടുന്ന് ജീവനോടെ വിടരുത്. അഭിഷേക് അലറിയതും പ്രവീണും മൂക്കും തുടച്ചുകൊണ്ട് കാശിനാഥൻ്റെ നേർക്ക് ചെന്നു. ഇരുവരും ഒരുമിച്ച് കാശിനാഥനെ ആക്രമിക്കാൻ ശ്രമിച്ചു. കാശിനാഥനും തിരിച്ചും തല്ലി തുടങ്ങി. പിന്നെ കുറച്ച് നേരത്തേക്ക് പൊരിഞ്ഞ അടി തന്നെ നടന്നു. കല്യാണി പേടിയോടെ ഓട്ടോയിൽ ചാരി നിന്നു. ഭയം കൊണ്ട് അവളുടെ നെഞ്ച് പടപടാന്ന് വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. അഭിഷേകും പ്രവീണും ആവുന്നതും ശ്രമിച്ചിട്ടും കാശിനാഥൻ്റെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. കുടിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തലങ്ങും വിലങ്ങും നിർത്താതെയുള്ള അവൻ്റെ അടിയിൽ അവർ പെട്ടെന്ന് തന്നെ തളർന്നു തുടങ്ങി. രക്ഷയില്ലെന്ന് കണ്ടതും പിന്നെ ഒന്നും നോക്കാതെ ഇരുവരും തിരിഞ്ഞോടി. അതോടെ കാശിനാഥൻ പേടിച്ചരണ്ടിരുന്ന കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു. ഡി, എന്താ ഉണ്ടായേ? നീ എങ്ങനെ രാത്രി ഇവിടെ വന്നു? ആരാവന്മാര്? കാശിനാഥൻ്റെ ചോദ്യം കേട്ടതും കല്യാണി പൊട്ടിക്കരഞ്ഞുപോയി. ഇരുട്ടിൽ അഭിഷേകിനെ കാശിനാഥൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കരയാതെ കാര്യം പറയടി. കാശിനാഥൻ്റെ ശബ്ദം ഉയർന്നു. ഏങ്ങലടിച്ചുകൊണ്ട് വിറയാർന്ന വാക്കുകളോടെ പതിയെ പതിയെ നടന്നതെല്ലാം കല്യാണി അവനോട് തുറന്നു പറഞ്ഞു. ദേഷ്യം കൊണ്ട് കാശിനാഥൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കല്യാണിയുടെ കൈയും പിടിച്ചവൻ ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു. കാശിനാഥൻ എന്ത് ചെയ്യാൻ പോവാണെന്നോർത്ത് കല്യാണി ആകെ പകച്ചു പോയിരുന്നു. ഗസ്റ്റ് ഹൗസിൻ്റെ സിറ്റ് ഔട്ടിൽ അവശതയോടെ ഇരിക്കുകയാണ് പ്രവീണും അഭിഷേകും. ഇരുവരുടെ മുഖത്ത് അടിയും ഇടിയും ഒക്കെ കൊണ്ട പാടുകൾ കാണാം. ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ പൊട്ടി അവരുടെ വെട്ടി വിയർത്ത ശരീരം കാണാമായിരുന്നു. കാലൻ എന്തോരടിയാ അടിച്ചത്, പ്രവീൺ നടുവിന് കൈ താങ്ങി വേദനയോടെ പറഞ്ഞു. അഭിഷേക് ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. അപ്പോഴാണ് കാശിനാഥൻ കല്യാണിയും കൂട്ടി വരുന്നത് ഇരുവരും കണ്ടത്. അവരത് കണ്ട് തെല്ലൊന്നും അമ്പരക്കാതിരുന്നില്ല. ഇനി അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന ഭാവമായിരുന്നു രണ്ടുപേരുടെയും മുഖത്ത്. വെളിച്ചത്തിലേക്ക് വരുംതോറും കല്യാണിക്കൊപ്പം കാശിനാഥൻ്റെ മുഖവും വ്യക്തമായി. അവനെ കണ്ടതും അഭിഷേക് ഒന്ന് ഞെട്ടി. ഇവനെയായിരുന്നൂടെ തെണ്ടി നീ ഓട്ടം വിളിച്ചുകൊണ്ട് വന്നത്? അഭിഷേക് പ്രവീണിനെ നോക്കി. നിനക്കിപ്പോൾ അറിയാമോ അവന്? പ്രവീൺ ചോദിച്ചു. ഇവൻ കല്യാണിയുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവനാ. തനി ഗുണ്ടയാണെന്നാ സാഹോത്രി എന്നോട് പറഞ്ഞ്. അഭിഷേക് പറയുമ്പോൾ പ്രവീൺ ദയനീയതയോടെ അവനെ നോക്കി. അപ്പോഴേക്കും കാശിനാഥൻ കല്യാണിയുമായി സിറ്റ് ഔട്ടിലെത്തിയിരുന്നു. അഭിഷേകിൻ്റെയും പ്രവീണിൻ്റെയും കണ്ണുകളിൽ ഒരു ഭയം ഞെളിച്ചു. തുടരും.